Hello everybody. Now we'll discuss about advanced communication software paramedical for some OT and DT unit 1 ആണ്. Application letter, writing skills and thesis writing ആണ്. 50 objective questions 10 essay questions ആണ്. അപ്പോൾ we'll start. അപ്പോൾ question number 1, application letter is primarily used to. Application letter എന്തിനാണ്? നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ബി ആണ്. വാട്ട് ഡോക്യുമെന്റ് യൂഷ്വലി കമ്പനീസ് ആൻ ആപ്ലിക്കേഷൻ ലെറ്റർ? നമ്മൾ ആപ്ലിക്കേഷൻ ലെറ്റർ കൊടുക്കുമ്പം അതിൻ്റെ കൂടെ നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ നമ്മളെ പറ്റിയ ഡീറ്റെയിൽസ് വരുന്ന സാധാരണ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ റെസ്യൂമേ, അതിനകത്ത് നമ്മളെ പേര്, അഡ്രസ്സ്, ഇമെയിൽ ഐ ഡി, ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. ഓക്കെ, സോ ആൻസർ ഇസ് ബി. ദ മെയിൻ എയിം ഓഫ് ആൻ ആപ്ലിക്കേഷൻ ലെറ്റർ. ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ അത് അവർ വായിച്ച് അവർ ഇംപ്രസ് ആവുകയാണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കണം. അതിന് വേണ്ടിയാണ് ആപ്ലിക്കേഷൻ ലെറ്റർ. ഓക്കെ, ആൻസർ ബി. വെൽ റിട്ടേൺ ആപ്ലിക്കേഷൻ ലെറ്റർ ഷുഡ്, അത് പെട്ടെന്ന് അവർ ശ്രദ്ധയിൽപ്പെടണം, പെട്ടെന്ന് അവർ അട്രാക്റ്റ് ആവണം, പെട്ടെന്ന് നമ്മളെ പറ്റിയൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളെ വിളിക്കാൻ പറ്റണം. അപ്പം ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ്. ആൻസർ എ. ആൻ ആപ്ലിക്കേഷൻ ലെറ്റർ ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്, അത് ഫോർമൽ ലെറ്ററാണ്, അത് ഒഫീഷ്യൽ ലെറ്റർ പോലെയാണ്. നമ്മൾ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. അപ്പോൾ ആൻസർ എ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ഇൻക്ലൂഡ്, അതിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് നമ്മളുടെ സ്കിൽസും നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ അച്ചീവ്മെൻറ്റ്സും നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം എത്രയും കൂടുതൽ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും, അത്രയും കൂടുതൽ നമുക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ. വൈ ടൈലർ ഈസ് ലെറ്റർ? ഈസ് ലെറ്റർ ടൈലർ എന്ന് വെച്ചാൽ ഒരേ ലെറ്റർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ലെറ്റർ എല്ലാവർക്കും അയക്കുന്ന പോലെയല്ല ചെയ്യേണ്ടത്. ഓരോ സ്ഥാപനത്തിൻ്റെയും രീതിയിലും വ്യത്യാസങ്ങളുണ്ടാവും. പല സ്ഥാപനത്തിനും പല റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഓരോ സ്ഥാപനത്തിനും അതുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലെറ്റർ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. അല്ലാതെ ഒരു കോമൺ ലെറ്റർ എല്ലായിടത്തും നമ്മൾ അയക്കുന്നത് ശരിയാവില്ല. അപ്പം അവർ ഇംപ്രസ് ചെയ്യണം, നമ്മളെ ക്വാളിഫിക്കേഷനും അവരെ ജോലിയായിട്ട് മാച്ച് ആവണം, നമുക്ക് താല്പര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. ആൻസർ ഡി ആണ്. പ്രൊഫഷണൽ ഫോർമാറ്റ് ഇൻക്ലൂഡ്സ്, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഒരു പ്രൊഫഷണലായിട്ടുള്ള ലെറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മളത് എന്തൊക്കെ വേണം? നാച്ചുറലി പ്രോപ്പർ സ്പേസിങ്, മാർജിൻസ്, അലൈൻമെൻറ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ആൻസർ ഡി ആണ്. റെക്കമെൻഡഡ് ഫോണ്ട് നമ്മൾ സാധാരണ എല്ലാ ലെറ്റേഴ്സും ടൈംസ് ന്യൂ റോമൻ ആണ് സ്റ്റാൻഡേർഡ് ഫോണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് സ്റ്റൈലിലോ വേറെ പല ഫോണ്ടിലൊന്നും എഴുതാൻ പാടില്ല. സ്റ്റാൻഡേർഡ് അക്സെപ്റ്റ് ഇന്റർനാഷണൽ അക്സെപ്റ്റ് ഫോണ്ട് എന്ന് പറയുന്നത് ടൈംസ് ന്യൂ റോമൻ ആണ്. ആൻസർ എ ആണ്. ഐഡിയൽ ലെങ്ത്, നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ എഴുതാൻ പാടില്ല, വളരെ ഷോർട്ട് ആകുമ്പോൾ നമ്മൾക്കൊരു കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടണം. ഒരുപാട് സമയം ഒരു എഴുതി വായിക്കാനുള്ള സമയം നമുക്ക് വേസ്റ്റ് ആകാൻ പാടില്ല, പെട്ടെന്ന് ഒരു ഇംപ്രസ് ആവണം. അപ്പോൾ കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. ഒറ്റ പേജിലാണ് സാധാരണ നമ്മൾ എഴുതുന്നത്. ആൻസർ എ ആണ്. ഹെഡിങ്ങിൽ നമ്മൾ ലെറ്ററിൻ്റെ മേളിൽ എന്താ എഴുതേണ്ടത്? നമ്മളുടെ ഇൻഫർമേഷൻ, ബേസിക് ഇൻഫർമേഷനാണ്. നമ്മൾ കോൺടാക്ട് നമ്പർ, ഇമെയിൽ ഐ ഡി, അഡ്രസ്സ്, ഡേറ്റ്, ഇതൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആൻസർ ഡി ആണ്. പ്രോപ്പർ സല്യൂട്ടേഷൻ അവരെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളതിനെ സംബോധിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിനകത്ത് നമ്മൾ എഴുതുമ്പം ഒരു ഡിയർ സർ, ഡിയർ മാം, അല്ലെങ്കിൽ അതൊക്കെയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹലോ, ഹായ്, ഹേ എന്ന് നമ്മൾ കൂടുതൽ അങ്ങനെ എഴുതാറില്ല. ഓക്കെ, സോ ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാം അല്ലെങ്കിൽ മാഡം എന്നുള്ള രീതിയിലാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻസർ എ ആണ്. ഓപ്പണിംഗ് പാരഗ്രാഫ് ഷുഡ് ബി, നമ്മൾ തുടക്കത്തിൽ എന്താണ് എഴുതേണ്ടത്? ഫസ്റ്റ് പാരഗ്രാഫ് എന്ത് എഴുതണം? അപ്പം എന്തിനാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത്? നമ്മുടെ താല്പര്യം എന്താണ്? അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്, നമുക്ക് താല്പര്യമുണ്ടെന്നും നമ്മളത് വിളിക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫിന് സെക്കൻഡ് പാരഗ്രാഫിലാണ് നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻ, നമ്മുടെ സ്കില്ല്, നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം എഴുതുമ്പോൾ അവർക്ക് നമ്മളെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാകും. അപ്പോൾ ആൻസർ ഓൾ ആണ്, ഡി. ഓക്കെ,
Personality is included too. Personality അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്? നമ്മളത് ഫിറ്റാണെന്നും നമ്മളവരെ ഇമ്പ്രസ് ചെയ്യാനും നമ്മളവരായിട്ട് കണക്റ്റ് ആവുന്നുള്ള രീതിയിലുള്ളതായിരിക്കണം നമ്മളെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവരുമായിട്ട് മാച്ച് ആവുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആൻസർ ഡി ആണ്. ക്ലോസിങ് ഷുഡ് ഇൻക്ലൂഡ്. ആ ലെറ്റർ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മൾ അതിനകത്ത് ഒരു താങ്ക് യു എന്നുള്ളതിൽ എഴുതുന്നത്, അല്ലാതെ വേറെ കംപ്ലൈൻറ്റോ സ്റ്റോറിയോ ജോക്കോ ഒന്നും എഴുതാൻ പാടില്ല. ജസ്റ്റ് അതിനകത്ത് റെസ്പെക്ട് ചെയ്യുന്നു, നമ്മൾ താങ്ക്സ് പറയുന്ന ആ രീതിയിൽ എഴുതണം. ആൻസർ എ ആണ്. അപ്രോപ്രിയേറ്റ് സൈൻ ഓഫ്. അവസാനം എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ എഴുതുന്നൊരു വാക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇൻറ്റിമേസിയും പാടില്ല, ഒരുപാട് ഡിസ്റ്റൻസും കീപ്പ് ചെയ്യാൻ പാടില്ല. ഇതിനകത്ത് സിൻസിയർലി യുവേഴ്സ് അല്ലെങ്കിൽ യുവേഴ്സ് ട്രൂലി എന്നൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ബെസ്റ്റ് റിഗാർഡ്സ് ഇങ്ങനെയൊക്കെ വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ എ ആണ്. ഇമെയിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്ലേസ്ഡ്. ഇമെയിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റിൽ കൊടുക്കാറുണ്ട്. അപ്പം ലാസ്റ്റിൽ ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും നമ്മൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. അപ്പം സാധാരണ ലാസ്റ്റിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. സബ്ജക്റ്റ് ലൈൻ. നമ്മൾ എന്താണ് സബ്ജക്റ്റ്, നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ എഴുതുന്നത്, അപ്പോൾ അത് ശരിക്കും പ്രൊഫഷണൽ ആയിരിക്കണം. അല്ലാതെ ജസ്റ്റ് ഫണ്ണിയോ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതാൻ പാടില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അത് എഴുതാൻ പാടുള്ളൂ. പ്രൂഫ് റീഡിങ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടെ വായിക്കണം. വായിച്ചതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വല്ലതും ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്സോ മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ പറ്റി നെഗറ്റീവ് ഇമേജ് അവർക്ക് പോകും. അപ്പം അതുകൊണ്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി പ്രൂഫ് റീഡിങ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ആൻസർ എ ആണ്. പാരഗ്രാഫ്സ്. പാരഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൻ്റെ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഒരു പാരഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിനെ കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനകത്ത് ഒരു പാർട്ടിനെ കവർ ചെയ്യുന്ന ഒരു സെൻറ്റൻസിൻ്റെ ഗ്രൂപ്പായിരിക്കും പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു കോമൺ ടോപ്പിക്കിനായിരിക്കും അത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസസ്. ആൻസർ ബി ആണ്. പാരഗ്രാഫിൻ്റെ മെയിൻ റൂൾ എന്താണ്? ഒറ്റ ഐഡിയയാണ്. ഒരു സബ്ജക്റ്റ്, ഒരു വലിയ സബ്ജക്റ്റ് ആയാലും അതിനകത്തുള്ള സബായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഐഡിയ മാത്രം കൺവേ ചെയ്യുന്നതാണ് പാരഗ്രാഫ്. നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പോകുമ്പോൾ ചിലപ്പോൾ ഈ ഐഡിയയുടെ ഡീറ്റെയിലേക്ക് പോകും, അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിലേക്ക് പോകും. അപ്പോൾ വൺ ഐഡിയയാണ് ആൻസർ എ ആണ്. ഫസ്റ്റ് സെൻറ്റൻസ്. ഒരു തുടങ്ങുമ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ആ ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കണം ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. യൂണിറ്റി മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ യൂണിറ്റി മീൻസ് നമ്മൾ എഴുതുമ്പം ഒരുപാട് കാര്യങ്ങൾ എഴുതുമെങ്കിലും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെക്കുന്ന ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഒറ്റ കാര്യത്തിനകത്തുള്ളതാണ് ബാക്കി കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരുന്നതിനാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം ആൻസർ എ ആണ്, ഓൺ ഐഡിയ. ഓർഡർ റിഫേഴ്സ് ടു. ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ അടുക്കും ചുറ്റായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എഴുതുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് വൈസും അതിൻ്റെ സമയം അനുസരിച്ചും പല ഓർഡറിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം അങ്ങോട്ട് ഇപ്പോൾ വായിക്കുന്ന ആളിന് ഒരു ഫ്ലോ കിട്ടും, കറക്റ്റായിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഓർഡർ റിഫേഴ്സ് ടു എ ഓർഗനൈസേഷൻ. കോഹറൻസ് മീൻസ് എല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ലാതെ പോകില്ല. നമ്മളൊരു കാര്യം എഴുതുമ്പോഴോ പറയുമ്പോഴോ അത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കണം, അത് പറയുന്ന ഓർഡറിൽ പറയണം, എല്ലാം തമ്മിലൊരു കണക്ഷനുള്ള കാര്യങ്ങളായിരിക്കണം. ഈ കണക്ഷനെയാണ് നമ്മൾ കോഹറൻസ് എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. കംപ്ലീറ്റൻസ് മീൻസ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ കാര്യം ഫുള്ളായിട്ട് പറയണം. അതിനകത്ത് കാര്യം പകുതിയിൽ കൊണ്ട് സസ്പെൻസിൽ കൊണ്ട് നിർത്താൻ പാടില്ല. അത് പറയുമ്പോൾ ഇൻഫർമേഷൻ ഫുള്ളായിട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ എ ആണ്, ഫുൾ ഇൻഫർമേഷൻ. പാരഗ്രാഫ് സെൻറ്റൻസസ്. ഒരു പാരഗ്രാഫിൽ സാധാരണ എത്ര സെൻറ്റൻസസ് ഒക്കെ വേണം എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഒരുപാട് കുറയാനും പാടില്ല, ഒരുപാട് കൂടാനും പാടില്ല. അപ്പോൾ ആവറേജ് 5 സെൻറ്റൻസസ് ഒക്കെ ആണ് ഒരു പാരഗ്രാഫിൽ വരുന്നത്. അപ്പോൾ ആൻസർ എ ആണ്.
ട്രാൻസിഷൻ വേർഡ്സ് ഹെൽപ്പ്. ട്രാൻസിഷൻ വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഐഡിയയിൽ നിന്ന് അടുത്ത ഐഡിയയിലേക്ക് പോകുമ്പോൾ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില വാക്കുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഐഡിയാസിനെ കണക്ട് ചെയ്ത് സ്മൂത്തായിട്ട് അടുത്ത ഐഡിയയിലേക്ക് പോകണം, അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോകണം. അതിനാണ് ട്രാൻസിഷൻ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക് ചെയ്യുന്ന ജോലിയാണ് ട്രാൻസിഷൻ വേർഡുകൾ. അപ്പോൾ ആൻസർ എ ആണ്. എസ് എന്ന് വെച്ചാൽ എന്താണ്? എസ് എന്ന് വെച്ചാൽ ഒരു റൈറ്റിംഗ് ആണ്, ഒരു കാര്യത്തിനെ പറ്റി എഴുതുന്നതാണ്. അതിനാണ് എസ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, സബ്ജക്റ്റിനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതിൻ്റെ ഒരു ബോഡി ഉണ്ടാവും, ഒരു എൻഡിങ് ഉണ്ടാവും. അതിനാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റിംഗ് പീസ് ആണ് ആൻസർ. അത് സ്റ്റോറി അല്ല, അതൊരു സബ്ജക്റ്റിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ആണത്. ഓക്കെ, അപ്പോൾ ആൻസർ എ ആണ്. എസ് എ പാർട്സ് സാധാരണ 3 പാർട്സ് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ബോഡി ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും. അതാണ് 3 പാർട്സ്. ഓക്കെ, ആൻസർ എ ആണ്. ഇൻട്രൊഡക്ഷൻ കണ്ടെയ്ൻസ് ടോപ്പിക്കിനെ പറ്റിയുള്ള തുടക്കം ഇൻട്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ടോപ്പിക് എന്താണ്, സബ്ജക്റ്റ് എന്താണെന്ന് പറയാൻ പോകുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ബോഡിയിലാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് കിടക്കുന്നത്. എസ്സേയുടെ കണ്ടന്റ് മെയിൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് കവർ ചെയ്യുന്നത് മെയിൻ ബോഡിയിലാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എ ആണ്. കൺക്ലൂഷൻ മീൻസ് അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഒരു സമ്മറി പോലെ വരുന്നതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണെന്നുള്ള അതിൻ്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ എന്താണ്, കോർ ഐഡിയ എന്താണ്, അതാണ് കൺക്ലൂഷൻ. അപ്പോൾ ആൻസർ എ, സമ്മറൈസ്. നെറേറ്റീവ് എസ്സേ. നെറേറ്റീവ് എസ്സേ വെച്ചാൽ നമ്മൾ ഒരു കാര്യം പറയുമ്പം പല രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് പറയാം, അല്ലെങ്കിൽ ഒരു കഥ പോലെ പറഞ്ഞ് ആ കഥയ്ക്കകത്ത് എസ്സേ ഇൻക്ലൂഡ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ വായിക്കുന്ന ആളിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം ഇൻട്രസ്റ്റ് കൂട്ടണമെങ്കിൽ നമ്മളത് പറയുമ്പോൾ നെഗറ്റീവായിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഫാക്റ്റ് മാത്രം പറഞ്ഞാലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ മാത്രം പറഞ്ഞാലോ ഒന്നും ചിലപ്പോൾ ആൾക്കാർ ഇൻട്രസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊന്ന് ഒരു സ്റ്റോറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആൾക്കാർ കാര്യം മനസ്സിലാവും. അതാണ് നെഗറ്റീവ് എസ്സേ. അപ്പോൾ ആൻസർ എ ആണ്. ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യങ്ങൾ പറയുന്നു. അതിനകത്ത് ഒരുപാട് ഫാക്ട്സും ഡിസ്ക്രിപ്ഷൻസും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തെ പറ്റി നന്നായിട്ട് അറിവ് കിട്ടണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആണ് നല്ലത്. ആൻസർ എ ആണ്. എക്സ്പോസിറ്ററി എസ്സേ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പോസിറ്ററി എസ്സേ എന്ന് വെച്ചാൽ ഫാക്ട്സും ലോജിക്കും കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നത് എക്സ്പോസിറ്ററി എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ തെളിവ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കണക്ക് വെച്ചോ ഫാക്ട്സ് വെച്ചോ ലോജിക്ക് വെച്ചൊക്കെ പറയുന്നത് എക്സ്പോസിറ്ററി എസ്സേ. അപ്പോൾ ആൻസർ എ ആണ്. പെർസ്യൂസീവ് എസ്സേ. പെർസ്യൂസ് വെച്ചാൽ ഒരാളെ നമ്മൾ സമ്മതിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരാളെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ മനസ്സ് മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള എസ്സേയാണ് പെർസ്യൂസീവ് എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്, കൺവിൻസ്. പ്രെസിസ് മീൻസ് വളരെ ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ എഴുതും, അതിനാണ് പ്രെസിസ് എന്ന് പറയുന്നത്. മിനിമം കാര്യങ്ങൾ അതിൻ്റെ സമ്മറി ആയിട്ട് എഴുതുന്നത് പ്രെസിസ് പറയുന്നത്. അപ്പോൾ കാര്യം മനസ്സിലാവും, പക്ഷേ കുറച്ച് സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതാണ് പ്രെസിസ് റൈറ്റിംഗ്. അപ്പോൾ ആൻസർ എ ആണ്. പ്രെസിസ് ലെങ്ത്. ഒരുപാട് നീളത്തിന് എഴുതാൻ പാടില്ല, കുറച്ച് സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുള്ളൂ. അപ്പം മൊത്തം കാര്യം എഴുതുമ്പോൾ അതിൻ്റെ ഒരു 1/3 മാത്രമേ നമ്മൾ പ്രെസിസിൽ വരുള്ളൂ. അപ്പോൾ ആൻസർ എ ആണ്. പ്രെസിസ് ഫോം. പ്രെസിസ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് വെച്ചാൽ ഡയറക്റ്റായിട്ട് പറയത്തില്ല, ഇൻഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഇതിന് പ്രെസിസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. പ്രെസിസ് യൂസസ്. പ്രെസിസ് യൂസസ് എന്ന് പറയുമ്പോൾ ആൻസർ എ ആണ്. നമ്മൾ സ്വന്തം വേർഡ്സിലാണ് നമ്മൾ എഴുതുന്നത്. നമുക്ക് കോപ്പിങ് നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മൾ സ്വന്തം വേർഡ്സ് എഴുതണം. അതാണ് പ്രെസിസ് യൂസസ്. പ്രെസിസ് ഉപയോഗിക്കുന്ന വേർഡ്സ് സ്വന്തം വേർഡ്സ് എഴുതും. ഗുഡ് പ്രെസിസ് ഈസ് ക്ലിയർ, ബ്രീഫ് ആൻഡ് പ്രിസൈസ്. ക്ലിയർ ആയിരിക്കും, കുറച്ചേ കാണുള്ളൂ, അതിൻ്റെ പ്രിസൈസ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം. ആൻസർ ഡി ആണ്. ലിസണിങ്. കേൾക്കുന്നു നമ്മൾ റിസീവ് ചെയ്യണം. അപ്പോൾ ആൻസർ എ ആണ്, റിസെപ്റ്റീവ്.
സ്പീക്കിംഗ് നമുക്ക് അങ്ങോട്ട് പറയണം, അപ്പോൾ അത് പ്രൊഡക്റ്റീവാണ്. ആൻസർ എ ആണ്, പ്രൊഡക്റ്റീവ്. റീഡിങ് വെച്ചാൽ എന്താ? റീഡിങ് വെച്ചാൽ എന്താ ഗുണമുള്ളത്? വൊക്കാബുലറി, ഗ്രാമർ, റൈറ്റിംഗ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഇമ്പ്രൂവ് ആവും. ആൻസർ ഡി ആണ്. റൈറ്റിംഗ് ഹെൽപ്സ്. റൈറ്റിംഗ് വെച്ചാൽ എന്താ ഗുണം? ഉള്ള സ്കില്ല്, എക്സ്പ്രഷൻ, പ്രാക്ടീസ് എല്ലാം ഡെവലപ്പ് ആവും. അപ്പോൾ ആൻസർ ഡി ആണ്. റിസപ്റ്റീവ് സ്കിൽസ് എന്തൊക്കെയാണ്? നമ്മൾ കേൾക്കുന്നു, ലിസണിങ് ആൻഡ് റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, നൺ. അപ്പോൾ ചെവി കൂടെ കേൾക്കുന്നു, നമ്മൾ റീഡ് ചെയ്യുന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ലിസണിങ് ആൻഡ് റീഡിങ് ഇത് രണ്ടും ആണ്. ആൻസർ എ ആണ്. ഓക്കെ. പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്താണ്? പ്രൊഡക്റ്റീവ് സ്കിൽസ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ്. നമ്മൾ കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ എഴുതി നമ്മൾ കൺവേ ചെയ്യുമ്പോൾ അത് പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. ആൻസർ എ ആണ്. ഇൻറ്റിഗ്രേറ്റീവ് ടെസ്റ്റ് മെഷേഴ്സ്. ഇൻറ്റിഗ്രേറ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുള്ള സ്കില്ല് നമ്മൾ അസസ് ചെയ്യണമെങ്കിൽ ഇൻറ്റിഗ്രേറ്റീവ് ടെസ്റ്റാണ്. അപ്പം ലാംഗ്വേജ് സ്കിൽസ് നമ്മൾ കംപ്ലീറ്റ് അസസ് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ നമ്മളൊരു അസസ്മെൻറ്റ് നടക്കണം. അപ്പോൾ ഓവറോൾ അബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് ഇൻറ്റിഗ്രേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ഇനി 10 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മൾ യൂണിറ്റിൽ നിന്ന് അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.